നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ആരെയും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേദനിപ്പിക്കാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു താല്പര്യം നിങ്ങൾക്കില്ല. അതിനാൽ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടതായിട്ടില്ല എന്നൊരു ചിന്താഗതി എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മുന്നോട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വിജയങ്ങൾ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായി നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ജീവിതത്തിൽ ആ കാര്യങ്ങൾ പലപ്പോഴായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. വെല്ലുവിളികൾ ജീവിതത്തിൽ വന്ന് ചേർന്നാൽ പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ ആ വെല്ലുവിളികളെ മറികടക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനായുള്ള ശ്രമങ്ങൾ പലതും നടത്തുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. വിജയം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം. വിജയത്തിലേക്ക് എത്തണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. വിജയങ്ങൾ വന്നു ചേരും, അതിനുള്ള സാധ്യതകൾ തുലം കൂടുതലാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഈശ്വരാനുഗ്രഹം, ഈശ്വര കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് ജീവിതത്തിൽ പല ആവർത്തിയായി ബോധ്യപ്പെടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത്ഭുതകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ദൈവം ഇറങ്ങി വന്ന് പലപ്പോഴും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് സഹായിച്ചു എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വീണ്ടും കേൾക്കുവാൻ സാധിക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ തുടർന്നും അനുഭവവേദ്യമാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഭഗവാൻ നിങ്ങളെ കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. കാരണം ഭാഗ്യം തിളങ്ങാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ നന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ് പലപ്പോഴും മുതലെടുക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിപ്പോഴും തുടർന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു എന്നതും വാസ്തവമാണ്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ജീവിതത്തിൽ നടക്കുന്നത് എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കാരണം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത് നിങ്ങളെ വിഷമം ഇരട്ടിപ്പിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് അർഹമായ ഒരു സ്വാതന്ത്ര്യം, അർഹമായ പ്രാതിനിധ്യം പലപ്പോഴും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതിൽ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. കാരണം അർഹതപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ അതിന് ചിലർ തടസ്സം നിൽക്കുന്നു. ആ സാഹചര്യമുണ്ട്. അദൃശ്യമായ ശത്രുക്കൾ പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇവരെയെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയുവാനും ഈ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പരിഹാരം ഭഗവാൻ തന്നെ കാണുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് തോന്നും. എന്നാൽ അനാവശ്യമായ ചിന്തകൾ,
അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്ന സാഹചര്യം, പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അതിനാൽ എന്താണോ നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് ആ കാര്യങ്ങൾ പോലും ലഭ്യമാകാത്ത സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് നിങ്ങളെ വല്ലാതെ തളർത്തുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചില്ല എങ്കിലും അവർക്ക് വഴികാട്ടിയായി പലപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത് തുടരുവാൻ തന്നെയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നതും വാസ്തവമാണ്. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ ഒരു അബദ്ധത്തിൽ ചാടരുത് എന്ന വ്യക്തമായ ആഗ്രഹം, ബോധ്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതെപ്പോഴും നിലനിർത്തി പോരുന്നവരാണ്. മറ്റുള്ളവർ അംഗീകരിച്ചില്ല എങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടാകരുത് എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മുന്നിൽ വരുന്ന കാര്യങ്ങൾ ക്ഷമയോടെ നേരിടുവാൻ നിങ്ങൾ പലപ്പോഴും പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. എത്ര മോശം സാഹചര്യമാണ് എങ്കിലും പൊരുത്തപ്പെടുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതും വാസ്തവമാണ്. നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരണം, ഏതെല്ലാം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിൽ ഉള്ളതായി കാണുവാൻ സാധിക്കുന്നു. ക്ഷമയോടെ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ക്ഷമയോടെ പരിശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ കൈകളിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. സമൃദ്ധി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ്. പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മനസ്സിലെ നെഗറ്റീവായ ചിന്തകൾ വിട്ടുകളഞ്ഞ് പോസിറ്റീവായി തന്നെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ കൂട്ടുകച്ചവടം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് മാത്രം നിൽക്കാതെ സ്വന്തം നിലപാടുകൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാതെ നിങ്ങൾ തീർച്ചയായും സ്വന്തമായി തന്നെ ആ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്ത, ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും തുലോം കൂടുതലാണ്. ഈ സമയം തീർച്ചയായും പുതിയ വഴിത്തിരിവ് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉണർവ്, ഊർജ്ജസ്വലത നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ സഹായിക്കാൻ പോലും ചിലർ എത്തുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ചില വ്യക്തികളുടെ സഹായം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത തുലോം കൂടുതലാണ് എന്ന് പറയാം. ഇത്തരത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം പോലും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങളിലേക്ക് കൂടുതലായും ചില അവസരങ്ങൾ, ചില ബോധ്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നിങ്ങൾ നീങ്ങണം.